സോ എന്താണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് നമ്മൾ പാലിക്കേണ്ടുന്നതിൻ്റെ റീസൺ എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഫൈനലി ടു കൺക്ലൂഡ് വിത്ത്, ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ആത്മീക അച്ചടക്കങ്ങളെല്ലാം പാലിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിഗ്നൽ പോലെ സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ബട്ട് അറ്റ് ദി എൻഡ് ഒരു വാർണിംഗ് പറയുകയാണ്, ഓൾവേസ് ബി കോഷ്യസ് ദാറ്റ് വാട്ട് എവർ വി ഡു, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു ലീഗലിസമായി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. സ്വയനീതീകരണത്തിലേക്കും, നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഈ പ്രവൃത്തിയാണ് എന്നെ യോഗ്യനാക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ യോഗ്യതയായി മാറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വിച്ച് മീൻസ് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ ഇറ്റ്സ് ജസ്റ്റ് എ മീൻസ്, ഇറ്റ്സ് ജസ്റ്റ് എ വേ സോ ദാറ്റ് ഗോഡ് ക്യാൻ ചേഞ്ചസ്. എന്ന് വെച്ചാൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുന്ന വഴി മാത്രമാണ് ഈ ആത്മീക അച്ചടക്കങ്ങൾ. ആ ഒരു പോയിന്റിൽ നമ്മൾ മുന്നോട്ട് അത് ചിന്തിക്കും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. പല കാര്യം, പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും പഠനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ എന്നിൽ ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടെത്തിക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ആത്മീക അച്ചടക്കങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ചേഞ്ച് ഈസ് ഗോഡ്സ് വർക്ക്, നോട്ട് മൈൻ. മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അതൊരിക്കലും എൻ്റെ പ്രവൃത്തിയല്ല. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ തരുമെന്നും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നും അവൻ ഹെൽപ്പർ ആയിരിക്കുമെന്നും കംഫർട്ടർ ആയിരിക്കുമെന്നും കമ്പാനിയൻ ആയിരിക്കുമെന്നും ഒക്കെയുള്ള അർത്ഥം വരുന്ന തലത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തുകയും തരികയും ചെയ്യേണ്ട ഒരു ആവശ്യം സ്വർഗത്തിനില്ല. നമ്മളിൽ തന്നെ മാറ്റം വരുമായിരുന്നെങ്കിൽ. അപ്പം നമ്മളിൽ മാറ്റം വരത്തില്ല. മാറ്റം വരുത്തേണ്ടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു, ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്ന ഒരു കാര്യമാണ് ഈ ആത്മീക അച്ചടക്കങ്ങളിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എന്നെ യോഗ്യനാക്കുന്ന കാര്യമല്ല, എന്നെ യോഗ്യനാക്കുന്നത് ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സോ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ആഗ്രഹം മുഴുവൻ എനിക്ക് യേശുവിനെ പോലെ ആകണം, അല്ലേ? പുതിയ നിയമസഭയ്ക്ക് ഇത്രയധികം ലേഖനങ്ങൾ എഴുതിയ, വെളിപ്പാടുകൾ, വളരെ ഘനമേറിയ ആഴമേറിയ വെളിപ്പാടുകളൊക്കെ തന്ന പൗലോസ് അപ്പോസ്തലൻ, ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ പിടിച്ചു എന്നോ അല്ലെങ്കിൽ ഓടി തീർത്തു എന്നോ ഒന്നുമല്ല, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് വീണ്ടും ഞാൻ ഓടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ പോലെ ആകണം. ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെയും ആഗ്രഹവും വാഞ്ചയും ചിന്തയും. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ആത്മീക അച്ചടക്കങ്ങൾ, സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുമ്പം, പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മുടെ അകത്തെ ആഗ്രഹവും എനിക്ക് യേശുവിനെ പോലെ ആകണം എന്നുള്ളതായിരിക്കട്ടെ. സോ ഒരു കാര്യം, നമ്മുടെ ഈ ആത്മീക അച്ചടക്കങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ യൂഷ്വലി സംഭവിക്കുന്നത്, നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, ആ ജീവിത ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ ആത്മീക അച്ചടക്കങ്ങളും അതിൻ്റെ കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ദൈവപ്രവൃത്തി ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെ, ഞാൻ എൻ്റെ ഹിതത്തെ മാറ്റിവെച്ചിട്ടാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത്. അപ്പം എൻ്റെ ഒരു യൂഷ്വൽ വേ ഓഫ് ലിവിങ് എപ്പോഴും അവിടെ പൊളിയപ്പെടുമെന്നുള്ളതാണ് വാസ്തവം. അതങ്ങനെ പൊളിയണം, അങ്ങനെ മാറണം, എങ്കിൽ മാത്രമേ ദൈവിക ജീവൻ അതിനകത്ത് വ്യാപരിക്കത്തുള്ളൂ. അപ്പം സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യൂഷ്വൽ വേ ഓഫ് ലിവിങ്ങിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ദ വേ വി ഡു തിങ്സ്, ദ വേ വി സീ തിങ്സ്, ദ വേ വി അണ്ടർസ്റ്റാൻഡ് തിങ്സ്, അതിനെല്ലാം ഒരു മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായി തരും. അപ്പം ആരംഭത്തിലെ സ്പിരിച്വൽ ഡിസിപ്ലിൻസിന് വേണ്ടി ഞാൻ കമ്മിറ്റഡ് ആകുന്നു എന്ന് തീരുമാനിക്കുമ്പോഴേ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്, വാട്ട് എവർ ഐ എം ഗോയിങ് ടു ഡു,
ഇറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ്. അതെൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. അതെൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തും, അതെൻ്റെ പ്രതികരണത്തിൽ മാറ്റം വരുത്തും, എൻ്റെ സംസാരത്തിൽ മാറ്റം വരുത്തും, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ട്രാൻസാക്ഷൻസിൽ, ഇതിലെല്ലാം ഒരു മാറ്റം വരുത്തും. സോ ആ മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം, അത് ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് വേണം ആത്മീക അച്ചടക്കങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങാൻ വേണ്ടി. സോ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനങ്ങളൊക്കെ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിനകത്ത് പറയാണ്, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുകയാണ്. അപ്പം നോക്കിക്കേ, എന്താണ് ഇതിൻ്റെയൊക്കെ ഫോക്കസ് എന്ന് പറയുന്നത്? ക്രിസ്തു ഉരുവായി വരണം എന്നിൽ, നിങ്ങളിൽ. നമ്മളിതൊക്കെ ചെയ്യുമ്പം, ഈ ആത്മിക സത്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മളിൽ ഉരുവായി വരണം. അതിനുവേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ തനിക്ക് ലഭിച്ച വെളിപ്പാടുകളെല്ലാം ദൈവസഭയ്ക്ക് പകർന്നു കൊടുക്കുന്നതെല്ലാം ക്രിസ്തു ഉരുവായി വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പക്ഷേ ഒരു പൊടുന്നനവേ വൺ ഫൈൻ മോർണിംഗ് ഞാനിങ്ങനെയായി, ഞാൻ ക്രിസ്തുവിനെ പോലെയായി എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടെ എന്താ പറയുക, ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയപ്പോൾ അതിൻ്റെ റൂട്ട് വേർഡിൽ ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വാക്കിനോട് സാമ്യമുള്ള അതിൻ്റെ റൂട്ട് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു പൂമ്പാറ്റ അതിൻ്റെ ആരംഭ ദശയിലുള്ള എന്താ അതിന് പറയുന്ന ആ ഒരു ചെറിയ പുഴുവായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പതിയെയാണ് അത് ഓരോ ദിവസവും അതിന് മാറ്റം സംഭവിച്ച് ഫൈനലി അതിനകത്തുനിന്ന് ഭംഗിയുള്ളൊരു പൂമ്പാറ്റ പുറത്തു വരുന്നത്. ആ മാറ്റം സംഭവിക്കുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഗ്രാജ്വലി ബട്ട് ഇറ്റ്സ് ഗ്രോയിങ്. അത് സംഭവിക്കുന്നുണ്ട്, അത് പതുക്കെയാണ് സംഭവിക്കുന്നത്, പക്ഷെ അതിനകത്തൊരു വളർച്ച സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കണ്ടിട്ട് നാളെ കാണുമ്പം ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് തോന്നും, പക്ഷെ ഓവർ ദ ടൈം അപ്പോൾ അതിനകത്തൊരു റെഗുലർ ആയിട്ടൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുക എന്ന് പറയുമ്പം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വളരെ ശക്തമായ ഒരു പവർ കോൺഫറൻസിനോ ഒരു ഫയർ കോൺഫറൻസിനോ ഒക്കെ നമ്മൾ പോയി ശക്തനായ ദൈവദാസൻ ആളുകളെ മുന്നോട്ട് വിളിക്കുന്നു, നമ്മൾ മുന്നോട്ട് ഓടിച്ചെല്ലുന്നു, അദ്ദേഹം കൈവെക്കുന്നു, നമ്മൾ തെറിച്ചു വീഴുന്നു, തൊട്ടടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ ഞാൻ ക്രിസ്തുവായിട്ട് എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ പോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആയി തീർന്നു എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഇറ്റേണിറ്റിയിൽ മാത്രമാണ്. ആ പെർഫെക്ഷൻ സംഭവിക്കുക ഇറ്റേണിറ്റിയിൽ മാത്രമാണ്. മർത്യമായത് എന്താ പറയുക, മാറിപ്പോയിട്ട് അമർത്യമായതിനെ നമ്മൾ ധരിക്കുന്ന സമയം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത്, അത് കർത്താവ് വീണ്ടും വന്ന് നമ്മളെ ചേർത്തുകൊണ്ട് നമ്മൾ അവനെ മുഖാമുഖം കാണുകയും അവനെപ്പോലെ നമ്മൾ ആയിത്തീരുകയും സമയം, അത് ഇറ്റേണിറ്റിയിൽ മാത്രമാണ്. പക്ഷെ ഇവിടെ ഈ മെറ്റമോർഫോസിസ് ആണ് സംഭവിക്കുന്നത്. ഈ ലോകത്തിൽ പാപത്തിൻ്റെ പവർ ഇപ്പോഴും ഉണ്ട്, പ്രസൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് നമ്മളെ തന്നെ ദൈവകൃപയിൽ സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുത്ത് നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തി, ചിന്താഗതികൾക്ക് മാറ്റം വരുത്തി കർത്താവിനോട് അനുരൂപമാക്കി തീർക്കുന്ന ഒരു മെറ്റമോർഫോസിസ് പ്രോസസ്സാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അത് ദൈവമാണ് ചെയ്യുന്നത്. അത് ദൈവം ചെയ്യാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഒരുക്കി ദൈവകരങ്ങളിൽ കൊടുക്കുന്നതാണ് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിലൂടെ സംഭവിക്കേണ്ടത്. സോ ഇതിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ, ഇതിനെ ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ, രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എന്ന പോലെ നമുക്കിങ്ങനെ ചിന്തിക്കാം. വാട്ട് ആം ഐ കറന്റ്ലി നോട്ട് ഡൂയിങ് ദാറ്റ് ഇഫ് ഐ വർ ഡൂയിങ് വുഡ് ഓപ്പൺ മൈസെൽഫ് അപ്പ് മോർ ടു ഗോഡ്സ് വർക്ക് ഓഫ് ഗ്രേസ് ഇൻ മൈ ലൈഫ്. അതായത് എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണം അതിനോട് സഹകരിക്കുന്ന രീതിയിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യം എന്താണ്? അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി, ദൈവകൃപ ധാരാളമായി വളരെ വേഗത്തിൽ സംഭവിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. അതായത് ഞാനിത് ചെയ്യുന്നില്ല, പക്ഷെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ നേരത്തെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചേനെ. എന്താണ് ഞാൻ അങ്ങനെ ചെയ്യാത്ത കാര്യം എന്ന് നമുക്കൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, വാട്ട് ആം ഐ കറന്റ്ലി ഡൂയിങ് ദാറ്റ് ഇഫ് എലിമിനേറ്റഡ് വുഡ് ഓപ്പൺ മൈസെൽഫ് അപ്പ്
മോർ ടു ഗോഡ്സ് വർക്ക് ഓഫ് ഗ്രേസ് ഇൻ മൈ ലൈഫ്. അതായത് ഞാനിപ്പോൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണ് അത് ഞാൻ മാറ്റിക്കളഞ്ഞിരുന്നെങ്കിൽ, അത് ഞാൻ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ, ഒഴിവാക്കിയിരുന്നെങ്കിൽ ദൈവപ്രവൃത്തി എന്നിൽ കുറെ കൂടെ സുഗമമായും നേരത്തെയും സംഭവിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്താണ് ഞാൻ ചെയ്യാത്തത്, ആ കാര്യം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കുറെ കൂടെ വിശാലമായി ശക്തമായി എന്നിൽ സംഭവിക്കുമായിരുന്നു. രണ്ട്, എന്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി, അത് ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ ദൈവപ്രവൃത്തി എന്നിൽ ശക്തമായി വെളിപ്പെടുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഇവാലുവേഷൻ നമുക്ക് കിട്ടും. ഒരു റിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. എന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുന്ന ഒരു സമയം. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് പ്രാക്ടിക്കൽ സ്റ്റെപ്പ്, ഒരു എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ. സോ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുക. ഇതൊരു ജേണിയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്, ഒരു യാത്രയാണ്. അതിനകത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്പിരിച്വൽ ഡിസിപ്ലിൻസ് മുന്നോട്ടുള്ള ആഴ്ചകളിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയും, ഒരാഴ്ചയുടെ ടൈമുണ്ട്. ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ 1 at a ടൈമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അത് ചിന്തിച്ചിട്ട് അടുത്തൊരാഴ്ച ടൈമുണ്ട്. വി ക്യാൻ റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. ആ പഠിക്കുന്ന കാര്യത്തെ അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്ന കാര്യത്തെ, ആ ദൈവം ഇടപെടുന്ന വിഷയത്തെ അടുത്തൊരാഴ്ചക്കാലം നമ്മുടെ ലൈഫിൽ അതിനെ അപ്ലൈ ചെയ്യാനുള്ള അവസരം, ഒരു 7 day എന്താ പറയുക, ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ആത്മീക സത്യം, കർത്താവെ അത് കുറെ കൂടെ എഫക്റ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാനൊക്കെ അങ്ങനെ ഒരു ടൈം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ വി വിൽ ഗോ ഇൻ വെരി സ്ലോ പേസ്, 1 in a week, അല്ലേ? അതുകൊണ്ട് വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ സമയമെടുത്ത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരാഴ്ച സമയം നമുക്കുണ്ട്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നെങ്കിൽ, ജനിപ്പിച്ചെങ്കിൽ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്, സ്പെസിഫിക് പേർപ്പസ് ഉണ്ട്. അതെല്ലാവരെ കുറിച്ചും ഉണ്ട്. ദൈവിക ഉദ്ദേശമില്ലാത്ത ഒരാൾ പോലും ദൈവത്തിലില്ല, കർത്താവിലില്ല. കർത്താവിൽ വരുന്നവർക്കെല്ലാം എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള പേർപ്പസ് ഉണ്ട്. അപ്പം തന്നെ എല്ലാവർക്കും ഒരു ജനറൽ ഗോൾ ഉണ്ട്, അത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അത് നമ്മളിൽ സംഭവിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെക്കുറിച്ചുള്ള യുണീക്ക് പ്ലാൻസും അതിനോട് ചേർന്ന് ആഡ് ഓൺ ചെയ്ത് ഇറ്റ് വിൽ വർക്ക് ഔട്ട്, ഇറ്റ് വിൽ കം ഔട്ട്. സോ അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ജേണിയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇൻസൈറ്റ്സ് തരട്ടെ, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ, കൺവിക്ഷൻ തരട്ടെ, നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരങ്ങൾ വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കുന്നപ്പ, ദൈവത്തിൻ്റെ ആത്മാവിന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് ഏൽപ്പിക്കാൻ കഴിയുന്ന അളവിൽ ഞങ്ങളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുവാൻ, ഞങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുന്ന മനോഭാവവും ദാഹവും, ഒരു പുതിയ ഹങ്കർ ഞങ്ങളുടെ ഉള്ളത്തിൽ ജനിക്കേണ്ടുന്നതിന് കർത്താവെ ഈ വരുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ കർത്താവെ ഒരുമിച്ച് ഞങ്ങൾ ഈ ആത്മീക അച്ചടക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻസ് കർത്താവെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ബോധ്യങ്ങൾ നൽകി, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി, കർത്താവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, ദൈവത്തിൻ്റെ വലിയ കരം ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അംഗീകരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.